കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മളുടെ ഭൂമിയിലെ ജീവിതം വളരെ ക്ഷണികമാണ്. ബുദ്ധിയോടെ നാം പ്രവർത്തിച്ചില്ല എങ്കിൽ നമ്മളുടെ ജീവിതം വലിയ ഒരു ദുരന്തം, ഒരു ട്രാജഡിയായി മാറും. നിങ്ങളെ കാണുവാൻ പോകുന്ന അസ്ഥികൂടത്തിന്റെ സന്ദേശം എന്ന ഒരു ജ്ഞാനവചനം നമ്മൾ കണ്ണാടിയുടെ മുമ്പിലിരുന്ന് ഇന്ന് നമ്മളെ കാണുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനോഹരമായ രൂപമായിരിക്കാൻ കാണുവാൻ പോകുന്നത്. എന്നാൽ ഒരു 50 വർഷം അല്ല 100 വർഷത്തിന് അപ്പുറമുള്ള നമ്മുടെ രൂപമാണ് അത്. നിങ്ങൾക്ക് സങ്കല്പിക്കാമോ? അങ്ങനെ നിങ്ങൾ സങ്കല്പിക്കുമെങ്കിൽ എന്തായിരിക്കും കാണുന്നത്? നിങ്ങൾക്ക് ഒരുപക്ഷെ ചിന്തിക്കുവാൻ പറ്റുന്നില്ലായിരിക്കാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു അസ്ഥികൂടമായിരിക്കും നാം കാണുന്നത്. ഈ അസ്ഥികൂടം തിരിച്ച് നമ്മളോട് സംസാരിച്ചാൽ എങ്ങനെയിരിക്കും? സ്വയം വഞ്ചിതരാകരുതേ. പ്രിയരെ, നിങ്ങൾ ഇന്ന് കാണുന്ന അസ്ഥികൂടമായി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള സന്ദേശം ഇതാണ്. ഞാൻ ഇങ്ങനെയായിരുന്നില്ല മുമ്പ്, ഞാൻ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നില്ല മുമ്പ്. എന്നാൽ ദൈവത്തിന്റെ കാരുണ്യത്താൽ എന്റെ അമ്മയുടെ ഉദരത്തിൽ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ജനിച്ചു. നിങ്ങൾ ഉദരത്തിൽ ജനിച്ചു എന്നറിഞ്ഞപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കന്മാർക്കുണ്ടായതുപോലെ തന്നെ സന്തോഷം എന്റെ മാതാപിതാക്കന്മാർക്കും ഉണ്ടായിരുന്നു. നിങ്ങളെപ്പോലെ തന്നെ ഞാനും എന്റെ മാതാപിതാക്കന്മാരുടെ ലാളനയും ചിരിയും കളിയും എല്ലാമായി ഞാൻ വളർന്നു. ദിവസവും ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് എന്റെ അമ്മ എനിക്ക് മുത്തം തരുമായിരുന്നു. നിങ്ങളെപ്പോലെ തന്നെ ഞാനും സ്കൂളിൽ പോയി. ഞാനും മിടുക്കനായിരുന്നു. പലതരം സമ്മാനങ്ങളും ട്രോഫികളും ഞാനും നേടുവാനിടയായി. സമയം പെട്ടെന്ന് പോയിക്കൊണ്ടേയിരുന്നു. നിമിഷങ്ങൾ മിനിറ്റുകളായി, മിനിറ്റുകൾ മണിക്കൂറുകളായി, മണിക്കൂറുകൾ ദിവസങ്ങളായി, ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി. എന്റെ ഭൂമിയിലെ നാളുകൾ നൊടിനേരം കൊണ്ട് കഴിഞ്ഞതുപോലെ എനിക്ക് തോന്നി. പ്രിയരെ, എന്റെ ശരീരത്തിന് ഉണ്ടായ മാറ്റങ്ങൾ ഇങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ശിശുവായിരുന്ന ഞാൻ ഒരു പൈതലായി വളർന്നു. തുടർന്ന് ഞാനൊരു യുവാവായി, ഒരു പിതാവായി, മധ്യവയസ്കനായി. ഒരു വൃദ്ധനായി. തുടർന്ന് ഞാൻ മരിച്ചു. എന്റെ ശരീരമെല്ലാം മണ്ണോട് ചേർന്ന് ദ്രവിച്ചു പോയി. ഇന്ന് ഞാനൊരു അസ്ഥികൂടമാണ്. നിങ്ങൾ ഈ ശവപ്പറമ്പിൽ കാണുന്ന അനേക ശവകുടീരങ്ങളുടെ ഒന്നിൽ ഞാനുമുണ്ട്. എന്റെ അസ്ഥിയും അതിൽ കിടന്ന് ദ്രവിക്കുന്നുണ്ട്. തങ്ങൾ വയസ്സാകുമെന്നും തുടർന്ന് തന്റെ മനസ്സ് പോകുന്നിടത്തേക്ക് തന്റെ ശരീരം പോവുകയില്ല എന്നുമുള്ള യാഥാർത്ഥ്യം മനുഷ്യൻ ഓർക്കുന്നതേയില്ല. ഈ ലോകത്തിൽ തുറന്നിരിക്കുന്നതായ തങ്ങളുടെ കണ്ണുകൾ വളരെ അടുത്തു തന്നെ എന്നേക്കുമായി അടയുമെന്നുമുള്ള സത്യം മനുഷ്യൻ ഓർക്കുന്നു. താൻ ഈ ലോകത്ത് സ്ഥിരതാമസത്തിനാണെന്നാണ് മനുഷ്യന്റെ ചിന്ത. തങ്ങളുടേതായ സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയാണ് മനുഷ്യനിവിടെ. തങ്ങളുടേതായ സുന്ദര രൂപം ഈ തൊലിമിനുക്ക് എന്നും നിലനിൽക്കുമെന്നാണ് മനുഷ്യന്റെ ചിന്താഗതി. എന്നാൽ തങ്ങളുടേതായ സൗന്ദര്യം മാറിക്കൊണ്ടേയിരിക്കും. അവരുടെ ത്വക്ക് ചുളുങ്ങുകയും വെള്ളമില്ലാത്ത ഭൂമി വിണ്ടു കീറുന്നത് പോലെയായി തീരുകയും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ട് എന്നെപ്പോലൊരു അസ്ഥികൂടമായി തീരുകയും ചെയ്യും. മനോഹരമായി ഫലത്തിനുണ്ടാകുന്ന മാറ്റം പോലെ പ്രിയ പൈതലേ, നിനക്കും മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കും. തങ്ങളുടേതായ സൗന്ദര്യം മാറിക്കൊണ്ടേയിരിക്കും. അവരുടെ ത്വക്ക് ചുളുങ്ങുകയും വെള്ളമില്ലാത്ത ഭൂമി വിണ്ടു കീറുന്നത് പോലെ ആയിത്തീരുകയും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ട്
എന്നെ പോലൊരു അസ്ഥിക്കൂടമായി തീരുകയും ചെയ്യും. മനോഹരമായി ഫലത്തിനുണ്ടാകുന്ന മാറ്റം പോലെ പ്രിയ പൈതലേ, നിനക്കും നിന്റെ ശരീരത്തിനും മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കും. പ്രിയരെ, ഒരസ്ഥിക്കൂടമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം ഇതാണ്. ബുദ്ധിഹീനനായി നശിച്ചുപോകുന്ന ജഡത്തിനായും പേരിനും പ്രശസ്തിക്കും പണത്തിനുമായും ഓടരുതേ. ബുദ്ധിയുള്ളവനായി ദൈവത്തിനായി, ദൈവപ്രവൃത്തികൾക്കായി, നിന്റെ എന്നേക്കും നിലനിൽക്കുന്ന ആത്മശരീരത്തിനായി ഓടുക. നിങ്ങൾ ഈ കാണുന്ന ഓരോ ശവക്കല്ലറകൾക്കുള്ളിലും ദ്രവിച്ചുപോയ ഓരോ മനുഷ്യ ശരീരങ്ങളുണ്ട്. ഇവരെല്ലാം ചില നാളുകൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ നിങ്ങളെപ്പോലെ പ്രാർത്ഥനയ്ക്കോ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ പോലും സമയമില്ലാതെ നശിച്ചുപോകുന്ന ജഡത്തിനായും പണത്തിനായും പ്രശസ്തിക്ക് വേണ്ടിയും ഓടി നടന്നവരാണ്. ഇവരും ചില നാളുകൾക്ക് മുമ്പ് നിങ്ങളെപ്പോലെ രാവിലെ എഴുന്നേറ്റു, ബെഡ് കോഫി കുടിച്ചു, കുളിച്ചു വൃത്തിയായി സ്കൂളിലേക്കും ജോലിക്കും കടന്നുപോയവരാണ്. നിങ്ങളെപ്പോലെ തന്നെ കാറുകളും സ്കൂട്ടറും സൈക്കിളുകളും ഇവർ ഓടിച്ചു. കയ്യും കെട്ടി കോട്ടിട്ട് പല ബിസിനസ്സുകളും ചെയ്തു, ഓഫീസുകളിൽ ജോലി ചെയ്തു, പല പാർട്ടികളും ബർത്ത്ഡേയും ആഘോഷിച്ചു, എക്സ്കർഷന് പോയി, ഈ ലോകത്തെ നന്നായി ആസ്വദിച്ചു. അവരെല്ലാം നിങ്ങൾ ഈ കാണുന്ന ശവകുടീരങ്ങളുടെ ഉള്ളിൽ മറഞ്ഞു. നാളെ നിങ്ങളും ഇവിടെ മറയും, എന്നെപ്പോലെ ഒരു അസ്ഥിക്കൂടമായി തീരും. മനുഷ്യനെ ഈ ഭൂമിയിൽ ദൈവം ഈ ദ്രവിക്കുന്ന ശരീരത്തിലാക്കി വെച്ചത് തനിക്കൊരു നിത്യമായ ജീവിതം തരുന്നതിന് മുമ്പുള്ള വിശ്വസ്തത തെളിയിക്കുന്ന ഒരു പ്രവേശന പരീക്ഷയ്ക്കാണെന്നും തന്റെ മുമ്പിൽ കടന്നു വരുന്ന ഓരോ വിഷയങ്ങളും ആ പരീക്ഷയുടെ ഓരോ ചോദ്യമാണെന്നും ഓരോ ചോദ്യത്തിനും ദൈവവചനത്തിലൂടെയുള്ള ഉത്തരം തന്റെ ജീവിതത്തിലെ പ്രവൃത്തികളിലൂടെ കാണിച്ച് വിശ്വസ്തത കാണിക്കണമെന്നുള്ള സത്യം അവർ അറിഞ്ഞിട്ടും അതിനെ കൂട്ടാക്കാതെ, സമയം കൊടുക്കാതെ തങ്ങളെ തന്നെ വഞ്ചിച്ച് സ്വയം തീപ്പൊയ്കയിലേക്ക് എടുത്തെറിയുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയരെ, സ്വയം വഞ്ചിതരാകരുതേ. ഇപ്പോൾ നിങ്ങൾക്കുള്ള സമയമാണ്. നാളെ നിങ്ങളും ഈ ശവകുടീരങ്ങളുടെ ഉള്ളിൽ ആകുന്നതിന് മുമ്പ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം നിറവേറ്റി നിത്യജീവനായി ഒരുങ്ങിക്കൊള്ളുക. സ്വയം വഞ്ചിതരാകരുതേ. ഈ അസ്ഥികൂടത്തിന്റെ സന്ദേശം നിങ്ങളിപ്പോൾ കേട്ടല്ലോ. നമ്മൾ ആരും നമ്മുടെ സ്വയം വഞ്ചിക്കരുത്. ഈ ഷർട്ടിടാൻ അല്ല എങ്കിൽ നിങ്ങൾ ഒരു സഹോദരിയാണ് എങ്കിൽ, ഈ ചുരിദാറിടാൻ, ഈ സാരി ഉടുക്കുവാൻ ഈ ശരീരം ഇനി അധികം ദിവസം ഉണ്ടാകുകയില്ല. പക്ഷേ ബുദ്ധിയോടെ നാം ഈ ഭൂമിയിലെ ജീവിതം പ്രവർത്തിച്ചാൽ ദൈവത്തോടൊപ്പം നിത്യജീവൻ കഴിക്കുവാൻ കഴിയും. നമ്മളെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അതിന്റെ പദ്ധതികളെല്ലാം ഒരുക്കി കഴിഞ്ഞു. കർത്താവ് യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്തിൽ അത് വിശ്വസിച്ചുകൊണ്ട് ഒരു ഭാവിയാണ് ഞാൻ സമ്മതിച്ചുകൊണ്ട് നമ്മളെ തന്നെ അവന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞാൽ നിത്യസ്വർഗത്തിന് നാം അവകാശികളായിത്തീരും. ഇതിന് താല്പര്യമുള്ളവർ എന്നോട് ചേർന്ന് ഈ ചെറിയ പ്രാർത്ഥനാ വാചകം ഏറ്റുപറഞ്ഞാട്ടെ. പ്രിയ യേശുവേ, അങ്ങന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപങ്ങളെ ഓർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു, മാനസാന്തരപ്പെടുന്നു. എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് രാജാവായി രക്ഷിതാവായി കടന്നു വരണമേ. നിത്യസ്വർഗത്തിലേക്ക് എന്നെ നയിക്കണമേ. ഈ ചെറിയ പ്രാർത്ഥനാ വാചകം നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിൽ വീണ്ടും ജനിച്ചു. ഇനി നിങ്ങളുടെ ദേശത്ത് ദൈവവചന അടിസ്ഥാനം നിൽക്കുന്ന ഒരു ചർച്ചിൽ കടന്നു പോവുകയും ദൈവവചനം കേട്ട് അത് അനുസരിച്ച് നിത്യജീവനായി ഒരുങ്ങിക്കൊള്ളുക. സ്വയം വഞ്ചിതരാകരുതേ.